പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ മിമ്മവല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 12-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വാഗ്ദത്തം കേട്ടവർ നിശ്ചയമായും വർദ്ധിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത, വാഗ്ദത്തം കേട്ടവർ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ എല്ലാം അവസാനിച്ചതുപോലെ ആയിരിക്കാം, ഇല്ലെങ്കിൽ മുമ്പിൽ ഒരു വഴിയില്ലാത്തതുപോലെ ആയിരിക്കാം നിൽക്കുന്നത്. എന്നാൽ തമ്പുരാനിൽ നിന്ന് ഒരു വാഗ്ദത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണാതെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് അബ്രഹാം ദൈവസന്നിധിയിൽ കരഞ്ഞത് തലമുറയെ ചൊല്ലിയാണ്, അല്ലെങ്കിൽ തലമുറയെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവത്തോട് താൻ കരയുന്നതും വിഷമിക്കുന്നതും കാണാൻ കഴിയും. എൻ്റെ അവകാശി എലിയാസറാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം എൽഷദായി അബ്രഹാമിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. പ്രിയരെ, ഒരു സാധ്യതയില്ലാത്ത, തൻ്റെ ശരീരം നിർജീവമായെന്നും തൻ്റെ ഭാര്യ സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും ഇതാ ദൈവം തൻ്റെ വാഗ്ദത്തത്തിന് മുമ്പിൽ ഇറങ്ങി വരികയാണ്. ദൈവം പറയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ വലിയ ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അടുത്ത തലമുറയായ ഇസഹാക്ക് ക്ഷാമത്തിൽ ദേശം വിട്ട് ഓടിപ്പോകാൻ നിൽക്കുമ്പോൾ ദൈവം ഇസഹാക്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. യഹോവ അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. 3-ാമത്തെ വാക്യം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നിങ്ങൾ നോക്കേ, ദേശത്തിൽ വലിയ ക്ഷാമമാകുമ്പോൾ ദേശം വിടാൻ ഒരുങ്ങുന്ന ഇസഹാക്കിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ച് ഈ ദേശത്തിൽ നീ പാർക്കുക, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശത്തെ തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ നിവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഒരു വർധന വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷാമത്തിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യം കൂടെ, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വാഗ്ദത്തം കേട്ട് വാഗ്ദത്തത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആ ദേശത്തിൽ 100 മേനി കാണാൻ പോകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വർദ്ധിച്ച് വലിയ അനുഗ്രഹത്തിലേക്ക് വരാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഉൽപ്പത്തി പുസ്തകം വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ ഇതാ 37-ാം അധ്യായത്തിൽ അടുത്ത യാക്കോബിൻ്റെ തലമുറയായ യോസെഫ് സ്വപ്നം കണ്ടു. വാഗ്ദത്തത്തിനകത്ത് നിൽക്കുമ്പോൾ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞതായിട്ടും, അവിടെ നിന്ന് അടിമച്ചന്തയിൽ നിന്നും, അവിടെ നിന്ന് പൊത്തീഫറിൻ്റെ വീട്ടിലേക്കും, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോവുകയാണ്. താൻ കണ്ട സ്വപ്നം ഒരിക്കലും
ഒരിക്കലും നിവർത്തീകരിക്കപ്പെടാത്ത രീതിയിൽ താൻ കേട്ട വാഗ്ദത്തം തൻ്റെ മുമ്പിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവം ആളെ അയച്ച് കരകയറ്റുന്നത് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു, അവനെ വേഗത്തിൽ കുണ്ടലിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനം ചിലവരുടെ മേളിൽ നിവർത്തീകരിക്കപ്പെടും. ഒരു സാഹചര്യം ഇല്ലാത്ത, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളിൽ നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഈ വചനം നിങ്ങളുടെ മേളിൽ അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുന്നു. ഇതാ ആളെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം. വാഗ്ദത്തം കേട്ടവൻ വർധനവിലേക്ക് വരികയാണ്. കാരാഗ്രഹത്തിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്കും തന്നെ ഒറ്റപ്പെടുത്തിയ, തന്നെ കാരാഗ്രഹത്തിൽ അടച്ചവർക്ക് മുമ്പിൽ അവൻ ക്ഷാമത്തിൽ വർധനവിൽ നിൽക്കാൻ പോവുകയാണ്. അവർക്കും കൂടെ അവനൊരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ വഴി അടച്ച, നിങ്ങളുടെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എല്ലാ മേഖലയിലും നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം, വാഗ്ദത്തമുള്ളവനെ ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കഴിയത്തില്ല, അവൻ പുറത്തു വരും നിശ്ചയം. വാഗ്ദത്തമുള്ളവനെ അപ്പനോ അവൻ്റെ സഹോദരന്മാർക്കോ കാട്ടിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. ആരാധിച്ചുകൊണ്ട് അവൻ കൊട്ടാരത്തിലേക്ക് കാൽവയ്ക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തം കേട്ടവരാണെങ്കിൽ, ദൈവശബ്ദം കേട്ടവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ കണ്ണുകളടയ്ക്ക്. ഒരു വർധനവിൻ്റെ ശക്തി, ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ വർധനവ്, വലിയ നന്മ ഇവർ കണ്ടു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്. ഈ പ്രഭാതം വിടുതലിൻ്റെ പ്രഭാതമാണ്. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.